അഗ്നിയിൽ വെന്തതും ചരിത്രം മറന്നതും ഏതാണ്ട് 2000 വർഷത്തിനു ശേഷം വായിച്ചെടുത്ത പുരാതന ചുരുളിൻ്റെ രഹസ്യം. 2000 വർഷം പഴക്കമുള്ള രഹസ്യങ്ങൾ പേറി അഗ്നിപർവ്വത ചാരത്തിൽ കിടന്ന പുരാതന പാപ്പിറസ് ചുരുളുകൾ ഒടുവിൽ ഡിജിറ്റലായി. ആധുനിക കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുഴുവൻ പാപ്പിറസ് ചുരുള് വായിച്ചെടുത്തിരിക്കുകയാണ് ഗവേഷകർ. മൗണ്ട് വെസൂവിയസ് പൊട്ടിത്തെറിച്ചപ്പോൾ കരിഞ്ഞുപോയ ഈ അമൂല്യ രേഖകൾ ഇനി ഒരിക്കലും തന്നെ വായിക്കാൻ കഴിയില്ലെന്ന് കരുതിയിരുന്ന മനുഷ്യരാശിയുടെ നിഗൂഢമായിട്ടുള്ള അറിവുകളാണ് ഇപ്പോൾ വെളിച്ചത്തിലേക്ക് വരുന്നത്. AD 79 മൗണ്ട് വെസൂവിയസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചപ്പോൾ ഹെർക്കുലേനിയം എന്ന ഒരു നഗരം ചാരത്തിനടിയിലായിരുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള ഒരു വലിയ വില്ലയിൽ സൂക്ഷിച്ചിരുന്ന 100 കണക്കിന് പാപ്പിറസ് ചുരുളുകൾ ചൂടേറ്റ് കരിഞ്ഞുപോയി. പിന്നീട് 18-ാം നൂറ്റാണ്ടിൽ ഇവ കണ്ടെത്തപ്പെട്ടെങ്കിലും സ്പർശിച്ചാൽ പോലും പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലായിരുന്നു അവ തുറക്കാൻ ശ്രമിച്ച മുൻ തലമുറയിലെ ഗവേഷകരെല്ലാം തന്നെ പരാജയപ്പെടുകയോ ചുരുളുകൾ നശിപ്പിക്കുകയോ ഒക്കെ മാത്രമാണ് സംഭവിച്ചത്. എന്നാൽ വെസൂവിയസ് ചലഞ്ച് എന്ന ആഗോള മത്സരത്തിലൂടെയാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായത്. അമേരിക്കയിലെ കെൻഡക്കി സർവകലാശാലയിലെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ ബ്രന്റ് സീൽസും സംഘവും ചേർന്നാണ് ഈ അത്ഭുതത്തിന് തുടക്കമിട്ടത്. പാപ്പിറസ് ചുരുളുകളെ തൊടാതെ തന്നെ അവയുടെ ഉള്ളടക്കം വായിച്ചെടുക്കാൻ കഴിയുന്ന വെർച്വൽ അൺറാപ്പിംഗ് എന്ന വിദ്യയാണ് ഇവർ വികസിപ്പിച്ചത്. ഇതിനായിട്ട് ചുരുളുകളുടെ ഹൈ റെസൊല്യൂഷൻ CT സ്കാനുകൾ എടുത്തു എന്നുള്ളതാണ്. ഈ സ്കാനുകളിൽ നിന്ന് പുരാതന കാലത്തെ മഷി പാപ്പിറസിൽ പതിപ്പിച്ച സൂക്ഷ്മമായിട്ടുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്താൻ AI മോഡലുകളെ പരിശീലിപ്പിച്ചു. ആയിരക്കണക്കിന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ PHERS 1667 എന്നറിയപ്പെടുന്ന ചുരുൾ പൂർണ്ണമായിട്ടും ഡിജിറ്റലായിട്ട് അഴിച്ചെടുക്കാൻ ഗവേഷകർക്ക് സാധിച്ചു. ഏകദേശം 1.5 മീറ്ററോളം നീളമുള്ള ഈ ചുരുളിലെ 20ഓളം കോളങ്ങളിലെ എഴുത്തുകൾ ഇപ്പോൾ സ്പഷ്ടമായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. പുരാതന ഗ്രീക്ക് തത്വചിന്തയെക്കുറിച്ചിട്ടുള്ള അതാണ് ഈ രചന എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ സ്വഭാവം, ധാർമ്മികത, അതേപോലെ തന്നെ കല എന്നിവയെക്കുറിച്ചിട്ടുള്ള സ്റ്റോയിക് തത്വചിന്തയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഇതിൽ പറയുന്ന ആശയങ്ങൾ 2000 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും അകന്നുപോയാൽ അറിവ് നേടാൻ കഴിയില്ല എന്നർത്ഥം. വരുന്ന വരികൾ ഈ ചുരുളിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞത് ചരിത്രകാരന്മാരെയും ശാസ്ത്രജ്ഞരെയും ഒരേപോലെ ആവേശം കൊള്ളിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ മറ്റു ചുരുളുകളിൽ നിന്നും വലിയ അറിവുകളാണ് പുറത്തു വന്നത്. ഹിലോഡെമസ് എന്ന ഗ്രീക്ക് തത്വചിന്തകൻ്റെ ഓൺ ഗോഡ്സ് എന്ന പരമ്പരയിലെ 8ാമത്തെ പുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് ചരിത്രത്തിൽ വലിയൊരു വഴിത്തിരിവാണ്. മുമ്പ് ഇതിൻ്റെ ആദ്യ പുസ്തകം മാത്രമേ നമുക്ക് അറിയാമായിരുന്നുള്ളൂ. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ 100 കണക്കിന് ചുരുളുകൾ ഇനിയും വായിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം. ഈ കണ്ടുപിടുത്തം കേവലം സാങ്കേതിക വിദ്യയുടെ വിജയം മാത്രമല്ല, മറിച്ച് നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ അറിവുകളെ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ തുടക്കം കൂടിയാണ്. വെസൂവിയസ് ചലഞ്ച് ഇപ്പോൾ അടുത്ത ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ ബാക്കിയുള്ള 600ഓളം ചുരുളുകൾ കൂടി വായിച്ചെടുക്കുക എന്നതാണ് അവരുടെ ഒരു വലിയ സ്വപ്നം തന്നെ. മൗണ്ട് വെസൂവിയസ് തകർത്തെറിഞ്ഞ ഈ പുരാതന ലൈബ്രറി എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സംസാരിച്ച് തുടങ്ങുകയാണ്. അത്ഭുതകരമായിട്ടുള്ള ഈ സാങ്കേതിക മുന്നേറ്റം മനുഷ്യ ചരിത്രത്തിൻ്റെ ഒരു പുതിയ വാതിൽ തുറന്നിടുന്നു. ഇനി വരാനിരിക്കുന്നത് വിസ്മയങ്ങളുടെ കാലമാണെന്നതിന് യാതൊരുവിധ സംശയവും